ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഭാഷാ കി ആധാർ പർ രാജ്യോം കാ പുനർഘടൻ എന്ന വിഷയത്തിലാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രാജ്യം എന്ന് ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേഷൻ അല്ലെങ്കിൽ കൺട്രി അല്ല, ഒരു സ്റ്റേറ്റ്, ഒരു സംസ്ഥാനം എന്നുള്ളതാണ് രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ. അപ്പോൾ ഭാഷാ കി ആധാർ പർ, ലാംഗ്വേജിൻ്റെ ബേസിസിൽ എങ്ങനെയാണ് സ്റ്റേറ്റ്സിനെ റീഓർഗനൈസ് ചെയ്തത്, പുനർഘടൻ ചെയ്തത്, റീഓർഗനൈസ് ചെയ്തത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഭാരതത്തിലുള്ള, അതായത് ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റ്സിനെയും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. അതായത് തമിഴ് പറയുന്ന ആൾക്കാർ തമിഴ്നാട്, നമ്മുടെ ഇപ്പോൾ മലയാളം പറയുന്നവർ കേരള, ഗുജറാത്തി ആണെങ്കിൽ ഗുജറാത്ത്, അങ്ങനെ പഞ്ചാബി പഞ്ചാബ്, അങ്ങനെ പല സ്റ്റേറ്റ്സിനെയും നമ്മളിങ്ങനെ തിരിച്ചു വച്ചിട്ടുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിനെങ്ങനെയാണ് റീഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത്. जब भारत को 1947 में आज़ादी मिली तो देश में यह विचार आया कि राज्यों को लोगों द्वारा बोली जाने वाली ഭാഷാओं के आधार पर बनाया जाना चाहिए. അതായത് 1947 നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്, ആ രാജ്യത്തെ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളെ രൂപീകരിച്ചെടുക്കാം എന്നുള്ള ഒരു ഐഡിയ എമേർജ് ചെയ്തു വന്നു. അതായത് ഓരോ ഏരിയയിലും സംസാരിക്കുന്ന ആൾക്കാരെ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, സംസ്ഥാനങ്ങൾ രൂപീകരിക്കാം. ഇസേ ഭാഷായി ആധാർ പർ രാജ്യോം കാ പുനർഘടൻ കഹാ ഗയാ. അതായത് ഇതിനെ ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ്സിൻ്റെ റീഓർഗനൈസേഷൻ എന്ന് വിളിക്കപ്പെട്ടു. ഇസ്കാ മത്ലബ് था कि एक ही भाषा बोलने वाले लोगों को एक ही राज्य में लाया जाए. അതായത് ഇതിൻ്റെ മത്ലബ്, അതായത് മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഒരേ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒരു സ്റ്റേറ്റിൽ കൊണ്ടുവരിക. केरल के मामले में मलयालम बोलने वाले लोग 3 मुख्य क्षेत्रों में बैठे हुए थे: त्रावणकोर, കൊച്ചിൻ और മലബാർ. അതായത് കേരളത്തിൻ്റെ കേസിൽ മലയാളം ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ 3 പ്രധാന ഏരിയാസിലായിട്ടാണ് സെറ്റിൽഡ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് ത്രാവൻകൂർ, നമ്മൾ മുന്നേ കണ്ടതാണ് തിരുവിതാംകൂർ, പിന്നെ വരുന്നത് കൊച്ചി, പിന്നീട് മലബാർ. ഈ 3 ഏരിയകളിലായിട്ടാണ് മലയാള ഭാഷ സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നത്. കേരള രാജ്യ കാ ജന്മ 1 നവംബർ 1956 में हुआ. അതായത് കേരള രാജ്യ കാ ജന്മ, കേരള പിറവി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കേരള സംസ്ഥാനം ജനിച്ചത് എന്നുള്ള അർത്ഥത്തിൽ. അത് നവംബർ 1, 1956 ഉണ്ടായത്. ഇസ് വിചാർ കോ സാകാർ കർനെ കെ ലിയെ भारत सरकार ने राज्य पुनर्गठन अधिनियम 1956, അതായത് 1956 പാരിത് കിയ. കേരളപ്പിറവി എന്നുള്ള ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഭാരത് സർക്കാർ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956 പാസ്സാക്കുകയാണ് ചെയ്തത്. इसी अधिनियम के तहत 1 नवंबर 1956 को केरल राज्य का गठन हुआ. അങ്ങനെ ഈ അധിനിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടാണ് കേട്ടോ. അപ്പോൾ ഈ അധിനിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ 1, 1956 കേരള രാജ്യൻ്റെ, അതായത് കേരള സ്റ്റേറ്റിൻ്റെ ഓർഗനൈസേഷൻ ഉണ്ടായി. ഏത് ആക്ടിൻ്റെ അണ്ടറിൽ വെച്ചിട്ടാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചതെന്നാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അതിൽ വരുന്ന 2 പോയിന്റ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ത്രാവൻകൂർ ഓർ കൊച്ചിൻ കാ വിലയ്. ത്രാവൻകൂർ ഓർ കൊച്ചിൻ കാ വിലയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിൻ്റെയും ലയനം, മേർജിങ്. അതായത് त्रावणकोर और कोचिन रियासतों को मिलाकर पहले ही 1956 में त्रावणकोर और कोचिन राज्य बना दिया गया था. അതായത് തിരുവിതാംകൂർ, കൊച്ചി എന്ന് പറയുന്ന 2 പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെയും മുന്നേ തന്നെ മേർജ് ചെയ്തിട്ട് തിരുവിതാംകൂർ, കൊച്ചി എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 1956 തന്നെയാണ് കേട്ടോ. ആ കാര്യമാണ് ഈ പോയിന്റിൽ പറഞ്ഞത്. ഇനി നെക്സ്റ്റ്, मलबार का जुड़ावा. 1956 में मलबार क्षेत्र, जो मद्रास आज के तमिलनाडु राज्य का हिस्सा था, को त्रावणकोर कोचिन राज्य के साथ मिला दिया गया. അതായത് 1956 മലബാർ ക്ഷേത്രം, അതായത് മലബാർ ഏരിയ, അത് മദ്രാസ് എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ പാർട്ടായിരുന്നു. അതായത് ഈ മദ്രാസ് എന്ന് പറയുന്നത് ഇന്നത്തെ തമിഴ്നാടാണ് കേട്ടോ. അതിന്
ട്രാവൻകൂർ കൊച്ചിൻ രാജ്യത്ത്, അതായത് ട്രാവൻകൂർ കൊച്ചിൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഇവർ മിക്സ് ചെയ്തു. അതായത് മദ്രാസ് ആണ് ആദ്യം ഉണ്ടായിരുന്നത് 1956 മലബാറിൻ്റെ ഏരിയയിൽ ഉണ്ടായിരുന്ന മദ്രാസിനെ, അതായത് തമിഴ്നാട് ഏരിയ ആണ് വരുന്നത്, അതിനെ പിന്നീട് ട്രാവൻകൂർ കൊച്ചിൻ്റെ ഭാഗത്തിലേക്ക് മിക്സ് ചെയ്തു, അതിൻ്റെ കൂടെ മിക്സ് ചെയ്തു എന്നാണ് പറയുന്നത്. कुछ हिस्सों का आदान प्रदान कुछ तमिल भाषी क्षेत्रों जैसे कन्याकुमारी जिले के कुछ हिस्सों को मद्रास राज्य में स्थानांतरित कर दिया गया, जबकि कुछ अन्य छोटे क्षेत्रों को केरल में शामिल किया गया. അതായത് കുറച്ച് ഏരിയസ്, കുച്ച് ഹിസ്സോങ്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് പാർട്സിൻ്റെ ആദാൻ പ്രദാൻ, കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ് ഉണ്ടായതെന്നാണ് നോക്കുന്നത്. കുച്ച് തമിഴ് ഭാഷീ ക്ഷേത്രവും ജैसे, അതായത് കുറച്ച് തമിഴ് ഭാഷ സംസാരിക്കുന്ന മേഖലകൾ, അതായത് കന്യാകുമാരി ജില്ലയുടെ കുറച്ച് പാർട്സ് മദ്രാസ് രാജ്യത്തിലേക്ക്, മദ്രാസ് സ്റ്റേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. പിന്നീട് ജബ്കി കുച്ച് അന്യ ചോട്ടെ, അതിനുശേഷം കുറച്ച് ചെറിയ ചെറിയ ഏരിയാസ് ഒക്കെ केरल में शामिल किया गया, കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, മിക്സ് ചെയ്തു വെച്ചു. इस प्रकार 1 नवंबर 1956 को मलयालम बोलने वाले सभी क्षेत्रों को एक साथ लाकर केरल नामक एक नया और एकीकृत राज्य बनाया गया. അതായത് അങ്ങനെ 1956 നവംബർ 1 മലയാളം സംസാരിക്കുന്ന എല്ലാ ഏരിയാസും കൂടി ഒന്നിച്ചു കൊണ്ടുവന്നിട്ട് കേരളം എന്ന പേരിൽ ഒരു പുതിയ, അതുപോലെ തന്നെ ഏകീകൃതമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. 1 नवंबर को हर साल केरल में केरल पिरवी के रूप में मनाया जाता है, जिसका अर्थ है केरल का जन्म. അങ്ങനെ നവംബർ 1 എല്ലാ വർഷവും നമ്മൾ കേരളത്തിൽ എന്തായിട്ട് കേരള പിറവിയായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത് ഓഫ് കേരള, കേരൾ കാ ജന്മ, കേരളത്തിൻ്റെ ജനനം എന്നാണ് പറയുന്നത്. यह वह दिन है जब मलयालम भाषी लोगों को अपनी पहचान और अपना राज्य मिला. ഇത് ഏത് ദിവസമാണ്? മലയാളം ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾക്ക് തങ്ങളുടെ സ്വത്വം, അതായത് തങ്ങളുടെ ഐഡൻറ്റിറ്റിയും അതുപോലെ സ്വന്തമായിട്ട് ഒരു സ്റ്റേറ്റും ലഭിച്ച ഒരു ദിവസമാണ്. केरल का गठन सिर्फ एक प्रशासनिक बदलाव नहीं था, बल्कि यह मलयालम संस्कृति, भाषा और लोगों की एकता का प्रतीक भी था. അതായത് കേരളത്തിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് കേവലം ഭരണമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ചെന്താ, മലയാളം സംസ്കൃതി, ഭാഷ, അതുപോലെ ജനങ്ങൾക്കൊക്കെ തന്നെ അവരുടെ ഒരു യൂണിറ്റിയുടെ സിംബലും കൂടിയാണ് എന്നാണ് പറയുന്നത്. ഇസ് ഘടനെ കേരൾ को एक मजबूत और प्रगतिशील राज्य के रूप में विकसित होने का अवसर दिया, जैसा कि हम इसे आज देखते हैं. അതുപോലെ തന്നെ ഈ കേരളയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ മജ്ബൂതായിട്ടുള്ളത്, വളരെ ശക്തവും പ്രഗതിശീലം എന്ന് പറഞ്ഞാൽ പുരോഗമനപരവുമായിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൻ്റെ രൂപത്തിൽ വികസിപ്പിച്ചെടുക്കാനുള്ള അവസരം നൽകി. അത് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നമ്മുടെ കേരളത്തിനെ ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. ജേസാക്കി ഹം ആജ് ഇസേ ദേഖ്തേ ഹൈ, അതായത് നമ്മൾ ഇന്ന് കാണുന്നത് പോലെ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇത്ര മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.